ലോകസഭയിലെ ഇന്നസെൻ്റ് മലയാളികൾക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. ലോകസഭയിൽ പലപ്പോഴും അദ്ദേഹം ഇന്നസെൻ്റായിട്ടായിരുന്നില്ല ഇരുന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുള്ള മൂർച്ച അത്രയേറെ വലുതായിരുന്നു. ലോകസഭയിൽ അദ്ദേഹം നടത്തിയ ആ പഴയകാല പ്രസംഗത്തിലേക്ക് ഒരിക്കൽ കൂടി പോയി മടങ്ങി വരാം. നമ്മൾ കുറച്ച് വില കുറച്ചൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അത് 300 രൂപയ്ക്ക് കിട്ടുകയാണ്. ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ, ചില ആളുകൾ തുണിക്കച്ചവടം നടത്തുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ബിസിനസ്സുകൾ നടത്തുന്നവരായിരിക്കാം. അവരൊക്കെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ പോലെ ഒരു കെട്ടിടമൊക്കെ പണിത് ആ ഹോസ്പിറ്റൽ അങ്ങനെ നടത്തുകയാണ്. അപ്പൊ തന്നെ മുമ്പേ തന്നെ തീരുമാനിക്കുകയാണ് ഈ ഹോസ്പിറ്റലിൽ ഒരു മാസം ഒരു 500 അല്ലെങ്കിൽ ഒരു 300 ഹൃദയ ശസ്ത്രക്രിയ വേണം, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് സ്റ്റെന്റ് ഇടണം, ഇത്രയും പേർക്ക് ഡയാലിസിസ് നടത്തണം, എന്നാൽ മാത്രമേ ഈ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പലർക്കും സ്റ്റെന്റ് ഇടേണ്ട കാര്യമില്ലാത്തവരെ സ്റ്റെന്റ് ഇടിയിപ്പിക്കുന്നത് വരെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ സ്റ്റെന്റിന് എത്ര രൂപയാണ് എന്നൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനറിയില്ല. You have raised the problem in treatment. Yes, we can understand it now. Yes, now complete please. You have sufficiently been. Yes. അപ്പൊ ഈ സ്റ്റെന്റിന് 4000 മുതൽ 4 ലക്ഷം രൂപ വരെ വിലയുണ്ട്. ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ഇവർ ചെയ്യുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾക്ക് ഈ മാമോഗ്രാം ഇതൊന്നും ചെയ്യാനുള്ള യാതൊരു സംഭവവും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർമാർ പറയും ഈ ഹോസ്പിറ്റൽ അത് കേടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു ഇങ്ങനെയുള്ള ചൂഷണം ഇതൊക്കെ ഒന്ന് നിർത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ മരുന്നിന്റെ ക്വാളിറ്റി, പണ്ടെങ്ങാണ്ട് പല മരുന്നുകളും നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ മരുന്നുകൾക്കൊക്കെ ഇന്ന് ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ അവർ ഉപേക്ഷിച്ച മരുന്നുകളാണോ, അതും നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന കാര്യങ്ങൾ, നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ വിമാനത്തിലൊക്കെ കയറി ഇവിടെ വരുമ്പോൾ അവരൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന്. അതിനാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഓട്ടൊക്കെ മേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. വല്ലവന്റെ അടുക്കളയിൽ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് നോക്കലല്ല നമ്മുടെ ചുമതല. അവരെന്ത് വേണേ കഴിച്ചോട്ടെ, അതല്ല. അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് തിരികെ